വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ ഫണ്ടിൽ തട്ടിപ്പ് നടന്നതായി KPCCക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്കെതിരെയും കാട്ടാക്കട നിയോജകമണ്ഡലം പ്രസിഡന്റിനെതിരെയുമാണ് ആരോപണം. കാട്ടാക്കടയിലെ പ്രാദേശിക നേതാക്കൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് പരാതി കൈമാറി. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഈ സംഭവം ഫണ്ട് തട്ടിപ്പിന്റെ ഒരു ഡയമെൻഷനിലൂടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. നിശ്ചയിച്ച ഫണ്ട് പിരിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ പിരിച്ച ഫണ്ട് തട്ടിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് എന്നാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മറ്റൊരു ചാനലിനെതിരെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അരുൺകുമാർ, യൂത്ത് കോൺഗ്രസിന്റെ ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫണ്ട് സമാഹരണം, ആ ഫണ്ട് സമാഹരണത്തിൽ ഏതാണ്ട് 19 നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞത്. അത് കൃത്യമായി ഫണ്ട് സ്വരൂപിക്കാത്ത, സംഘടനാ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെയാണ് നടപടിയെന്ന് പറഞ്ഞു. കാരണം മിനിമം 50,000 രൂപയെങ്കിലും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഫണ്ട് സ്വരൂപിക്കണം, അത് ചാലഞ്ചുകളിലൂടെ സ്വരൂപിക്കണമെന്ന നിർദ്ദേശമായിരുന്നു സംസ്ഥാന നേതൃത്വം നൽകിയത്. ബിരിയാണി ചാലഞ്ച് അടക്കം പലയിടത്തും നടത്തി. ഇപ്പോൾ പരാതിയായി വന്നിരിക്കുന്നത് കാട്ടാക്കട നിയോജകമണ്ഡലം കമ്മിറ്റിക്കെതിരെയാണ്. ആ ജില്ലാ സെക്രട്ടറിക്കെതിരെ കൂടെ പരാതിയുണ്ട്. ഒരു വനിതാ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിക്കെതിരെ കൂടിയാണ്. അവിടെ കാട്ടാക്കട നിയോജകമണ്ഡലത്തിൽ 1200 ബിരിയാണി ചാലഞ്ചാണ് നടത്തിയത്. 1200 ബിരിയാണികളാണ് വിൽപ്പന നടത്തിയത്. നിയോജകമണ്ഡലത്തിന് കീഴിലുള്ള 6 മണ്ഡലം കമ്മിറ്റികൾ കൃത്യമായി അത് വിൽപ്പന നടത്തി. ഒരു ബിരിയാണിക്ക് 120 രൂപ വെച്ചാണ് അവർ ആ വിൽപ്പന നടത്തിയത്. അങ്ങനെ സ്വരൂപിച്ച ഫണ്ട് അവിടെ കൈമാറിയില്ല. ആ ഫണ്ട് പൂർണ്ണമായും സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയില്ല എന്നാണ് പരാതി. ഈ പരാതി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് പുറമെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി നേതാക്കൾ നൽകിയിട്ടുണ്ട്. കാട്ടാക്കട മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ഇങ്ങനെ ഒരു പരാതി KPCC അധ്യക്ഷനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയത്. ഇങ്ങനെ പണം നൽകാതെ സംഘടനയ്ക്ക്, യൂത്ത് കോൺഗ്രസിന് പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തി ഇവർക്കെതിരെ നടപടി വേണം. ജില്ലാ സെക്രട്ടറിക്കെതിരെയും മണ്ഡലം പ്രസിഡന്റിനെതിരെയും നടപടി വേണമെന്ന ആവശ്യമാണ് കത്തിലുള്ളത്. എന്തായാലും ഒരു കഷ്ടമായിപ്പോയി. ഒന്ന് ആലോചിക്കുക, ബിരിയാണിയുടെ ചലഞ്ച് വെച്ചിട്ട് പണം പിരിക്കുക, എന്നിട്ട് അതിലെടുത്ത് പുട്ടടിക്കുക, ബിരിയാണിയിൽ നിന്ന് പുട്ടിലേക്കും. ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊരു നിലവിലൊരു പരാതി മാത്രമാണ്, അത് അന്വേഷിക്കണം. ഒരു സംഘടനയെ മുഴുവൻ നിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം ആരുടെ ഭാഗത്തുണ്ടായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന 90-95% ആളുകളുണ്ട്. 5% മതിയല്ലോ സംഘടനയുടെ പേര് കളയാൻ. ഇതും ചൂരൽമല മുണ്ടക്കൈ പോലെ ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നൊരു പദ്ധതിയിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പാരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായ നടപടിയെടുത്ത് സംഘടന ആർജവം കാണിക്കണം. ഒതുക്കി വയ്ക്കാനല്ല ശ്രമിക്കേണ്ടത്. ബിരിയാണിയിൽ നിന്ന് പുട്ടടി എന്നൊരു വാർത്ത നമുക്ക് ഒരിട്ടും സഹിക്കാൻ പോലും കഴിയില്ല. അതെന്തായാലും സതുദ്ദേശത്തിന് വേണ്ടിയുള്ളൊരു യാത്രയായിരുന്നു. അതാണ് ഇപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. എങ്കിലും നടപടി ഉണ്ടാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ.